ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് എളുപ്പത്തിലുണ്ടാക്കാവുന്ന തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുത്തരിയിലാണ് ഉണ്ടാക്കുക. കുത്തരി എന്ന് പറയും, നാടനരി എന്ന് പറയും. നമ്മളിവിടെ പറയും നാടനരി എന്നാണ് പറയുന്നത്. നാടനരിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുക്കർ വെച്ചിട്ട് അതിലേക്ക് 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. കുഞ്ഞുള്ളി ചേർക്കുന്ന പോലെ ടേസ്റ്റ് കൂടും. എത്ര ചേർക്കാം നമുക്ക് അത്രയും ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിത് 1 ഗ്ലാസ് അരിക്കുണ്ടാക്കുന്ന അളവാണ് ഞാനീ പറയുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ 1 ഗ്ലാസ് അരി വെള്ള അരി ആയതുകൊണ്ടാണ് ഞാനൊരു 5 മിനിറ്റ് കുതിർത്തിട്ടാണ് ഈ കുക്കറിലേക്ക് ഇടുന്നത്. പെട്ടെന്ന് വേവത്തില്ല ഈ വെള്ള അരി, അതുകൊണ്ടാണ്. നാടനരി നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിലും കേൾപ്പിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 5 വിസിലും കേൾപ്പിക്കുക. ഈ വെള്ള അരി ആയതുകൊണ്ടാണ്. നാടനരിക്ക് ഞാൻ ഇത്രയും വിസിൽ കേൾപ്പിക്കാൻ പറയില്ല. ഇത്രയും വേണ്ട, വിസിൽ കേൾക്കണ്ട. പെട്ടെന്ന് നമുക്ക് കുറച്ച്, ഇപ്പം 5 എന്നുള്ളത് 3 വിസിൽ കേൾപ്പിച്ചാൽ മതി മീഡിയം ഫ്ലെയിം. മറ്റേ 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് കേൾപ്പിക്കുക. അത്രയാണ് അത് നാടനരിക്ക്. അതിന് വെള്ളത്തിൽ കുതിർക്കാനും വെക്കണ്ട. ഇതേ കണ്ടോ, ചോറ് റെഡിയായി കഴിഞ്ഞു. ചമ്മന്തിയും മുട്ട പൊരിച്ച് ഇത് മതി കഴിക്കാം ഉച്ചക്കത്തെ ഊണിന്. ഞങ്ങൾ ഇതാണ് ഇന്ന് കഴിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.